ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന 10 ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലുള്ളത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മമ്മൂട്ടിയുടേതായി 3ഓളം ചിത്രങ്ങളാണ് ഇപ്പോൾ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത്. ആദ്യത്തേത് ബസൂക്കയാണ്. കലു ഡെന്നിസിൻ്റെ മകൻ ഡിനു ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം. ഏകദേശം 3-4 വർഷങ്ങളായിട്ട് ഈ സിനിമയ്ക്ക്, അല്ലെങ്കിൽ 5-6 വർഷങ്ങളായി കലു ഡെന്നിസിൻ്റെ മകൻ ഡിനു ഡെന്നിസ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്കയുടെ ഒപ്പം നിൽക്കുകയും ഇപ്പോൾ ഈ സിനിമ ചിത്രീകരണം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷങ്ങളാവുകയും ഫൈനൽ ലെവലിലേക്ക് എത്തുകയും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. സിനിമ ഫെബ്രുവരി മാസത്തിൽ, അതായത് 2025 ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കാം റിലീസ് എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. ഈ ഒരു ഡിസംബറിൽ ഈ ഒരു സിനിമ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതിനകത്തിൽ ചില സാങ്കേതിക കാരണങ്ങളിൽ ആ ഒരു സിനിമ ഡിസംബറിലില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ്. ഈ ഒരു സിനിമ ഗൗതം വാസുദേവ മേനോൻ ചിത്രമാണ്. കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ലെവലിൽ വരുന്ന ചിത്രമാണ്. ഈ സിനിമ ഫെബ്രുവരിയിൽ ആയിരിക്കും എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അതും കഴിയാൻ ഉള്ള ചാൻസുകൾ കാണുന്നു. സിനിമയും പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു സിനിമ ജിതിൻ കെ ജോസ് മമ്മൂട്ടി ചിത്രമാണ്. മമ്മൂട്ടി ഒരു വില്ലനായി വരുന്നു എന്നുള്ളതാണ്. വിനായകൻ്റെ നായകനായി വരുന്നു, മമ്മൂട്ടി വില്ലനായി വരുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ 2 സിനിമകളും, അതായത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും ജിതിൻ കെ ജോസിൻ്റെ പേരിടാത്ത ചിത്രവും ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 30 ദിവസത്തിന് മുകളിലാണ് മമ്മൂക്കയുടെ ഡേറ്റ് ഉണ്ടായിരുന്നത്. 50 ദിവസത്തിൽ താഴെയാണ് സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത്. ഈ സിനിമയും പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. സിനിമയുടെയും റിലീസ് തീയതികൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായ മെഗാസ്റ്റാർ 429 എന്ന ചിത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, MMN എന്നുള്ള സിനിമയുടെ പേര് തന്നെ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ ചിത്രമാണ്. ഒപ്പം നയൻതാര നായികയായി വരുന്നു. അങ്ങനെ വമ്പൻ താരനിരയോടുകൂടിയാണ് സിനിമ എത്തുന്നത്. സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ശ്രീലങ്കയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെയും ആദ്യ ഷെഡ്യൂൾ പൂർത്തീകരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. മോഹൻലാൽ ആദ്യം തന്നെ ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുകയും 1-2 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം അദ്ദേഹവും തിരിച്ച് എമ്പുരാൻ്റെ സെറ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതനുസരിച്ചിട്ട് അടുത്ത വർഷം ആദ്യത്തോടെയായിരിക്കാം ഇനി സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഡിസംബറിൽ തുടങ്ങുമെന്ന് പറഞ്ഞ സിനിമ നവംബർ 15 തന്നെയായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത്. വലിയ രീതിയിൽ വരുന്ന ചിത്രം തന്നെയാണ്. മലയാള സിനിമയുടെ മുഖമുദ്രയാകാൻ പോകുന്ന ചിത്രമെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മമ്മൂക്കയ്ക്കൊപ്പം ലാലേട്ടൻ കൂടെ അണിനിരക്കുമ്പോൾ, അതും പ്രധാന കഥാപാത്രത്തിലെത്തുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ട് തന്നെ ഉള്ള ചിത്രമായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്തതായി മമ്മൂക്കയുടേതായിട്ട് വരാൻ പോകുന്ന ഈ ഒരു സിനിമയുടെ ചിത്രീകരണം കഴിയുന്നതോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആയിട്ട് ഷൂട്ടിംഗ് പുരോഗമിക്കും എന്നോ ഉറപ്പ് കിട്ടിയിരിക്കുന്നതാണ് രഞ്ജൻ പ്രമോദ് മമ്മൂട്ടി സിനിമ എന്നുള്ളത്. 6 മാസത്തോളം ആണ് ഈ പറഞ്ഞ പോലെ തന്നെ MMNൻ്റെ ഷൂട്ടിംഗ് ടൈം മമ്മൂക്കയ്ക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഡേറ്റ് വേണം എന്നുള്ളത് തന്നെയാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ നമുക്കറിയാം. ഇതിനിടയിൽ ഒരുപക്ഷെ ഈ ഒരു സിനിമ ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടാകാം. അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും രഞ്ജൻ പ്രമോദിൻ്റെ പടമാണ് മമ്മൂക്ക അടുത്തതായി ചെയ്യാൻ പോകുന്നത്. ഇതിന് ശേഷം കണ്ണൂർ സ്ക്വാഡ് പാർട്ട് 2 എന്നുള്ള റോബി വർഗീസ് ചിത്രമായിരിക്കാം. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞു, മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് എത്തുകയും ഒരുപിടി നല്ല സിനിമകളുടെ കൂടെ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ലെവലിൽ മമ്മൂക്കയുടെ മറ്റൊരു ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ. എന്തായാലും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് കളക്ഷനാണ് കാഴ്ചവെച്ചിരുന്നത്. മലയാള സിനിമയിലെ ഒരു വലിയ ഉയർന്ന തുകയിലേക്ക് എത്തിയ സിനിമയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന ചിത്രം വരുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി മോഹൻലാൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു സിനിമയിൽ ഒരുമിച്ച് വരുന്നു. ക്യാമിയോ റോളോ അല്ലെങ്കിൽ ചെറിയ റോളോ അല്ല, ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി വരുന്ന ആശീർവാദിൻ്റെ ചിത്രത്തിൽ മമ്മൂട്ടി കമ്പനിയും ചേർന്ന് നിർമ്മിക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് മമ്മൂട്ടിയും മോഹൻലാലും 3 സിനിമകളിൽ ഒരുമിച്ചുണ്ടാകും എന്നുള്ള വാർത്തകൾ ഒരു 2 മാസത്തിന് മുമ്പ് വന്നതാണ്. അതിലൊന്നാണ് MMN, മറ്റൊന്ന് എമ്പുരാൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊരു സസ്പെൻസ് പോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഉണ്ട് ഇല്ല എന്നുള്ള വാർത്തകളാണെങ്കിലും ഈ ഒരു ചിത്രം മമ്മൂട്ടി മോഹൻലാൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ചിത്രത്തിൽ, അതായത് ആശീർവാദ് സിനിമാസിലൂടെ വരുന്നു എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്ന ചിത്രമാണ്. ഇതുകൂടാതെ നേരത്തെ തന്നെ നമുക്ക് ഉറപ്പ് നൽകിയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ നോക്കിയിരിക്കുന്ന മമ്മൂട്ടിയുടെ പരീക്ഷണ ചിത്രമാണ് ഒരു
ടൈം ട്രാവലർ മൂവിയാണ് കൃഷാന്തുമായിട്ട് ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമേ. ആ സിനിമയാണ് ഇതിന് ശേഷം മമ്മൂട്ടിയും ഒന്നിച്ച് വരാനുള്ളത്. ഇതിനോടൊപ്പം തന്നെ മോഹൻലാൽ കൃഷാന്ത് കൂട്ടുകെട്ടിൽ മറ്റൊരു സിനിമ വരുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു സിനിമ ഉണ്ടാകും. അതായത് മലയാളത്തിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ റിസ്ക് ഉള്ള ഒരു മൂവി, ഒരു പരീക്ഷണ ചിത്രം എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സമീപകാലത്തെല്ലാം തന്നെ മികച്ച പരീക്ഷണ ചിത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയെ സമ്പന്നമാക്കിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. മമ്മൂട്ടിയുടെ തമിഴ് സിനിമ, അതായത് ഏറെക്കാലത്തിന് ശേഷം എന്ന് പറയാം, ഒരുപക്ഷെ പേരൻപിന് ശേഷം മമ്മൂട്ടി മറ്റൊരു തമിഴ് സിനിമയിൽ വന്നിട്ടില്ല. ആ ഒരു സിനിമ എത്രത്തോളം ഇമ്പാക്റ്റാണ് തമിഴിൽ ഉണ്ടാക്കിയത് എന്നറിയാം. അവിടെ വലിയ രീതിയിലുള്ള വിജയവും അതേപോലെ തന്നെ എല്ലാ ലെവലിലും ആ സിനിമയ്ക്ക് അത്രത്തോളം വാല്യൂ കിട്ടിയതാണ്. ആർട്ടിസ്റ്റിക്കും ക്ലാസിക് ലെവലിലും ഒക്കെ ആ സിനിമയ്ക്ക് അത്രത്തോളം വാല്യൂ കിട്ടിയ ഒരു മൂവി തന്നെയാണ്. അതിനുശേഷം മമ്മൂട്ടി വീണ്ടും തമിഴിലേക്ക് എത്തുന്നു. അതും ഒരു വലിയ ജോണറിലുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും. അതായത് അങ്ങനെ അഭിനയിക്കാൻ ആളുകൾ ഇല്ല തമിഴിൽ എന്നുള്ളതും, അതേപോലെ തന്നെ മമ്മൂട്ടി എന്ന നടനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ചിത്രം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതുകൂടാതെ മറ്റൊരു ചിത്രം, 9ാമത്തെ അല്ലെങ്കിൽ 10ാമത്തെ ചിത്രമായിട്ട് പറയാനുള്ളത് മമ്മൂട്ടി മുരളി ഗോപി പൃഥ്വിരാജ് ചിത്രമാണ്. എമ്പുരാന് ശേഷം, അല്ലെങ്കിൽ എമ്പുരാൻ തുടങ്ങിയ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു മമ്മൂട്ടി ഒന്നിച്ചിരുന്ന് പൃഥ്വിരാജ് ഒരു സിനിമ ചെയ്യുന്നു. മുരളി ഗോപി തന്നെ ഇത് സമീപകാലത്ത് പുറത്തുവിട്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. മമ്മൂട്ടി മുരളി ഗോപി പൃഥ്വിരാജ് സിനിമയായിരിക്കും അതിന് ശേഷം വരാനുള്ളത്. ഇതിന് ശേഷം 12ാമത്തെ സിനിമയായിട്ട് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരുപാട് നാളുകളായി കേട്ടിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് മമ്മൂട്ടി അമൽ നീരദ് ചിത്രം എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഉറപ്പുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു കാര്യം കൂടെ നമുക്കറിയാം. കാരണം ഇതിൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന 3 ചിത്രങ്ങളാണ് ഉള്ളത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ്, ബസൂക്ക, ജിതിൻ കെ ജോസും, അതേപോലെ തന്നെ 4ാമത്തെ ചിത്രീകരണം തുടങ്ങി ഇരിക്കുന്ന MN മൂവിയും ആണ്. അതായത് ഈ 4 സിനിമകളാണ് നമുക്ക് ഉറപ്പുള്ളത്. എന്താണെങ്കിലും MN കഴിഞ്ഞിട്ടുള്ള രഞ്ജൻ പ്രമോദ് ചിത്രം എന്നുള്ളത് ഈ ഒരു ടൈമിൽ ഉറപ്പിച്ചിരിക്കുന്നതാണ്. ബാക്കി ഉള്ള സിനിമകളുടെ ഓർഡർ എങ്ങനെ വേണമെങ്കിലും വരാം. പ്രത്യേകിച്ച് മമ്മൂക്കയാണ്. അതുകൊണ്ട് തന്നെ സിനിമകൾ, ഇതിന് നല്ല സ്ക്രിപ്റ്റുകൾ, ഇതിന് മേലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സിനിമകളുണ്ടെങ്കിൽ അദ്ദേഹം അതിലേക്ക് കടക്കാറുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രീസ്റ്റ് പോലെയുള്ള ഒരു ചിത്രം അതിന് മുമ്പ് പറഞ്ഞിരുന്ന പല ചിത്രങ്ങളെയും മാറ്റി വെച്ചിട്ടാണ് വന്നിരുന്നത്. അതേപോലെ തന്നെ ജിതിൻ കെ ജോസ് ചിത്രവും നമുക്ക് സമീപകാലത്ത് അറിയാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ മഹേഷ് നാരായണൻ ചിത്രം ഈ പറഞ്ഞ പോലെ ഡൊമിനിക് ആൻഡ് ലേഡീസ് ബസ് കഴിഞ്ഞിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഒരു സമയത്താണ് ജിതിൻ കെ ജോസിൻ്റെ സിനിമയിലേക്ക് മമ്മൂക്ക എത്തുകയും ചെയ്യുന്നത്. എന്താണേലും ഇപ്പോൾ റിലീസ് കാലമായിട്ടാണ് നിൽക്കുന്ന മമ്മൂക്കയുടെ വല്യേട്ടൻ വരികയാണ് ഈ 29ാം തീയതി. അതേപോലെ തന്നെ ആ റിലീസിൽ 3 അപ്ഡേറ്റുകൾ കൂടെ വന്നിട്ടുണ്ട്. അതിനകത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ വടക്കൻ വീരഗാഥ എന്ന ചിത്രം ഫെബ്രുവരി റിലീസായിട്ട് എത്തുന്നു എന്നുള്ളതും, ജനുവരി റിലീസായിട്ട് ഇൻസ്പെക്ടർ ബൽറാം അല്ലെങ്കിൽ ആവനാഴി, ഇതിൽ ഇൻസ്പെക്ടർ ബൽറാം ആയിട്ടുള്ള സിനിമ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും മമ്മൂക്കയുടേതായിട്ട് വന്നിരിക്കുന്ന 2025 തൊട്ടുള്ള അങ്ങോട്ടുള്ള ബ്രഹ്മാണ്ഡ അല്ലെങ്കിൽ ബിഗ് ബജറ്റ് സിനിമകളും അല്ലെങ്കിൽ ഗംഭീര സിനിമകളുടെയും ലിസ്റ്റുകളാണ് ഇത്. നിങ്ങൾ ഇതിലേതൊക്കെയാണ് കാത്തിരിക്കുന്നത്? ഏത് ഡയറക്ടറിൻ്റെ കൂടെയാണ് മമ്മൂക്ക അഭിനയിക്കാൻ നിങ്ങൾ ഇനിയും കാത്തിരിക്കുന്നത്? അതുപോലെ തന്നെ ഒരു ചോദ്യം നമുക്ക് വേണ്ടേ, MD ഹരിഹരൻ മമ്മൂട്ടി ടീമിൽ ഒരു സിനിമ കൂടെ. ഇത്രത്തോളം ഗംഭീര സിനിമകൾ ചെയ്യുമ്പോഴും ഒരു ഗുരുദക്ഷിണ പോലെ, നമ്മൾ ആരാധകർക്ക് ഉള്ള ഒരു സമ്മാനം പോലെ അങ്ങനെ ഒരു സിനിമ വേണ്ടേ? നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.